ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് നാട്ടിലോട്ട് പോവാണ്. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് തരണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് നേരെ പോയത് കെയർ ബേക്സിലോട്ടാണ്. കെയർ ബേക്സിൽ പോയപ്പോൾ കുറേ കേക്ക്സും കാര്യങ്ങളൊക്കെ എല്ലാം എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് സാധനം മാത്രം മേടിച്ച് അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഭയങ്കര മധുരം എല്ലാം കൂടിയായിട്ട് കുറച്ച് ഓവറായ പോലെ തോന്നി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ ഒരു ചായ കുടിക്കാൻ പോയി. എറണാകുളത്ത് വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് വിട്ടേക്കുന്നത്. അതിൻ്റെ ഒരു ടെൻഷൻ കൊണ്ടാന്ന് തോന്നുന്നു. വിശപ്പ് അടക്കിയിട്ട് അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം കയറി രാവിലെ മിൽക്ക് അടിച്ചു. കാരണം തീരെ സമയമില്ലായിരുന്നു. എൻ്റെ ബസ് വരാൻ ആകെ 5 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ബസ്സിൽ കയറി ഒടുക്കത്തെ സങ്കടത്തിലായിരുന്നു ഞാൻ. പിന്നെ ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നേരം വെളുത്തിരിക്കുന്നു. ഉറങ്ങി എണീറ്റിട്ടും ആ വിഷമത്തിൻ്റെ കെട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഇവരുടെ കളിയും ചിരിയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ മൂഡ് സെറ്റായി. എന്നാലും ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കാരണം നമ്മളെന്നും ഒരുമിച്ച് വന്ന് ഒരുമിച്ച് പോവുമായിരുന്നു ചെയ്യുക. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ എല്ലാത്തേയും കൊണ്ട് കുറേ സന്തോഷം കളിയും ചിരിയൊക്കെ ഉണ്ടെങ്കിലും സൈഡിൽ എവിടേക്കോ ഒരു വിഷമം ഇങ്ങനെ തിങ്ങി ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അതിൻ്റെ ഇടയിൽ കുറേ കച്ചറയും പിച്ചറയും എല്ലാം ആയിട്ട് അങ്ങോട്ട് പോയി. പിന്നെ എൻ്റെ ക്യൂട്ട്നെസ് വാരി വിതറുന്ന ഒരു കുഞ്ഞിമണി. ഇവൻ പിന്നെ ഒരു മിസ്റ്റർ പെർഫെക്റ്റ് ആണ്. കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരനായി പൗഡറൊക്കെ ഇട്ട് തലയൊക്കെ വാരി എല്ലാം കഴിഞ്ഞൊരു സ്പ്രേയും കൂടി അടിച്ചാലേ അവനൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടുകയുള്ളൂ. പിന്നെ ഞാൻ പോവുകയാണ്. ഞാൻ പോകുന്ന ദിവസം തന്നെയാണ് എൻ്റെ ഏട്ടൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേയും. സോ ആഘോഷിക്കാനെന്നുള്ള സമയം സാഹചര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു കേക്ക് ഓർഡർ ചെയ്തിട്ട് പോവാൻ നേരത്തെ ഒരു കേക്കും കട്ട് ചെയ്തു. ആകെ 10 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ബസ് വരാനുള്ള ടൈം. സോ അതിനുള്ളിലെല്ലാം അങ്ങ് തീർത്ത് അവരെല്ലാവരും ഒന്ന് ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. ഒന്ന് ടാറ്റാ ബൈ ബൈ പറയാൻ പോലുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. നേരെ ഞാൻ ബസ്സിൽ കയറി വീണ്ടും ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഞാൻ എൻ്റെ കെട്ടിയവൻ്റെ അടുത്ത് എത്തി. ഇപ്പം സമയം രാവിലെ 5:30. ഇനി നേരെ വീട്ടിലോട്ട്. ടാറ്റാ.